നമസ്തേ. ബംഗാളിൽ ബി.ജെ.പിയുടെ ഉജ്ജ്വല വിജയവും തമിഴ്നാട്ടിൽ ടി.വി.കെയുടെ വിജയവും പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണ്. ഇതിൽ ബംഗാളിലെ വിജയം ഏതൊരു ദേശീയവാദിയെയും രോമാഞ്ചം കൊള്ളിക്കുന്നതാണ്. 35 കൊല്ലം മാർക്സിസ്റ്റുകളും 15 കൊല്ലം തൃണമൂലും ഭരിച്ചു മുടിച്ച ഗുണ്ടായുസവും ഏകാധിപത്യവും നടപ്പാക്കിയ ബംഗാൾ ഇനി വികസനത്തിന്റെ പാതയിൽ മുന്നേറും. അതുകൊണ്ട് മേലിൽ ബംഗാളിൽ നിന്ന് കേരളത്തിൽ ജോലിക്ക് ആളെ കിട്ടില്ല. ബംഗാളി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ജോലിക്കാരിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശികളാണ്. അവരൊക്കെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കും, അല്ലെങ്കിൽ അവരൊക്കെ സ്വമേധയായി പോകും. കേരളത്തിൽ ഒരു ജോലിയും നടക്കാത്ത അവസ്ഥയുണ്ടാകും. മലയാളികൾക്ക് നാട്ടിൽ ജോലി ചെയ്യാൻ നാണക്കേടാണല്ലോ. എന്നാൽ ദുബായിൽ പോയാൽ ഏത് പണിയും ഒരു മടിയുമില്ലാതെ ചെയ്യും. തമിഴ്നാട്ടിൽ 1967 മുതൽ ദ്രാവിഡ ലേബലുള്ള പാർട്ടി മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. DMKയും അത് പിളർന്നുണ്ടായ അണ്ണാ DMKയും മാത്രം. ഈ രണ്ട് പാർട്ടികളും മറ്റു പാർട്ടികളെ ഘടകകക്ഷികളാക്കി മുന്നണിയായാണ് മത്സരിക്കാറ്. എന്നാൽ ജയിച്ചു കയറിയാൽ ഘടകകക്ഷികൾക്ക് മന്ത്രിസഭയിൽ ഇടം കൊടുക്കാറില്ല. ആ കീഴ്വഴക്കം ടി.വി.കെ സ്ഥാപകൻ വിജയ് തിരുത്തുകയാണ്. 1967 ശേഷം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ മന്ത്രിമാർ ഉണ്ടാവുകയാണ്. വിജയ് അഴിമതിരഹിത സൽഭരണം നടത്തി ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഷ്ടപ്പെട്ടത് അണ്ണാമലൈ, ഫലം അനുഭവിക്കാൻ പോകുന്നത് വിജയണ്ണൻ. അണ്ണാ DMKയുമായി സഖ്യമുണ്ടാക്കാൻ വേണ്ടി അണ്ണാമലയെ മൂലക്കിരുത്തിയ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടി ഹിമാലയൻ വിഡ്ഢിത്തരമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അല്പം താമസിച്ചാലും ബംഗാളിലെ സുവേന്ദുവിനെ പോലെ അണ്ണാമലൈൻ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നു. കേരളത്തിലാണെങ്കിൽ ജയിച്ചത് UDF ആണെങ്കിലും ജനങ്ങൾക്ക് ശ്വാസം തിരിച്ചു കിട്ടിയ അവസ്ഥയിലാണ്. ഒരു ദുർഭൂതം അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയല്ലോ. കേരളം BD സതീഷിന് വേണ്ടി മുസ്ലിം ലീഗാണ് കരുക്കൾ നീക്കുന്നതെന്ന് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കും സുഡാപ്പികൾക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സതീശൻ ആ മതക്കാർക്ക് പ്രിയങ്കരനായിട്ടുണ്ട്. സതീഷിന്റെ ഭരണം ഞമ്മന്റെ ഭാവിക്ക്, ഞമ്മന്റെ ഭരണത്തിന് സമമായിരിക്കും എന്ന് ആ മതക്കാർ കരുതിയതുപോലെ തോന്നുന്നു. ഇനി എങ്ങാനും സതീഷിന് പകരം KC വേണുഗോപാൽ ആയിരുന്നുവെങ്കിൽ ഹിന്ദുക്കളോട് മൃദുവായി പെരുമാറി പോകുമോ എന്ന് അവർ ഭയപ്പെട്ടിട്ടുണ്ടാവും. ന്യൂനപക്ഷമായതുകൊണ്ടാണ് മയത്തിലൊക്കെ മതേതരത്വവും ജനാധിപത്യവും പറയുന്നത്. സ്വാധീനം വർദ്ധിച്ചാൽ മതഭരണവും മതനിയമവും മാത്രമേ ആ മതക്കാർക്ക് ഹലാലാകൂ എന്ന് ഇവിടുത്തെ മതേതര ഹിന്ദുക്കൾക്ക് മനസ്സിലാകാൻ കാലം പിടിക്കും. ആ സ്ഥിതിക്ക് BJPക്ക് 3 സീറ്റ് കിട്ടിയത് ഭാഗ്യം തന്നെ. എന്തായാലും ഇന്ത്യ സഖ്യം തകർന്നു. ഇനി ഭാരതത്തിൽ BJPയുടെ അശ്വമേധം തന്നെയായിരിക്കും. 2047 മോദിജി വിഭാവനം ചെയ്ത പോലെ ഭാരതം എല്ലാ മേഖലകളിലും മുന്നേറി വികസിത രാഷ്ട്രമായി മാറും. അന്ന് കമ്മ്യൂണിസം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും. കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന് പറയാൻ ഞാനാളല്ല. ഒന്ന് മാത്രം പറയാം, ജിഹാദികളുടെ ശരീഅത്ത് സ്വപ്നം ലോകത്തൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ലോകം ഭാവിയിലേക്കാണ് സഞ്ചരിക്കുക, അല്ലാതെ 6ാം നൂറ്റാണ്ട് നോക്കി പിന്നോട്ടാകില്ല.